അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിനികളെ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് ഒരു വസ്തുവിനെ എണ്ണുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി അദ്ദർസു താസിഉ പാഠം 9 അശ്ഹുറുൽ ഹിജ്രിയത്തു, ഹിജറ മാസങ്ങൾ. നമുക്കറിയാം, സാധാരണ നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ തുടങ്ങിയ മാസങ്ങൾ ഉണ്ടല്ലോ. ആ എണ്ണും എത്ര? 12ആണ്. അതേപോലെ തന്നെ ഹിജറ മാസങ്ങളും എത്രയാണ്? 12ആണ്. അതിൽ ഒന്നാമത്തേത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് എണ്ണലാണ്. അപ്പോൾ ഇങ്ങനെ വാഹിദ്, ഇസ്നാനി, എത്ര എണ്ണ ഉണ്ടെന്ന് ചോദിച്ചാൽ നിനക്ക് എത്ര മൂക്കുണ്ട്? അപ്പോൾ വാഹിദുൻ. നിനക്കെത്ര ചെവി ഉണ്ടെന്ന് ചോദിച്ചാൽ ഇസ്നാനി. ഉത്തരം എത്ര എഴുതിയാമേ? ഇസ്നാനി എന്ന് മാത്രം എഴുതിയാമേ. ഒരു ഓട്ടോറിക്ഷയ്ക്ക് എത്ര ടയറുണ്ട്? സലാസത്തുൻ, 3 അല്ലേ? ഇങ്ങനെയായിരുന്നു. ഇനി ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഈ ലിസാനിൽ എത്ര പാഠങ്ങളുണ്ട് അല്ലേ? കം അദദ് ദുറൂസി ഫി ലിസാനിക്ക, നിന്റെ ലിസാനിൽ എത്ര പാഠങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ ഇതാ എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. തിസ്അത്തുൻ, എത്ര പാഠങ്ങളുണ്ട്? 9. 9ാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുക? 9ാമത്തെ പാഠം ഏതാണ്? മാഹു അദ്ദർസു താസിഉ, 9ാമത്തെ പാഠം ഏതാണ്? അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അശ്ഹുറുൽ ഹിജ്രിയത്തു. ഇനി എണ്ണം ചോദിക്കുമ്പോൾ എങ്ങനെ ഇതാ? 1 ആണെങ്കിൽ വാഹിദുൻ, 2 ആണെങ്കിൽ ഇസ്നാനി. അത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഇനി ഈ പാഠത്തിൽ പഠിക്കുന്നു 1ാമത്തെ, 2ാമത്തെ. നമ്മൾ ഇത് 1ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന സംഗതിയാണ് അല്ലേ? അദ്ദർസുൽ അവ്വലു, പാഠം 1 അല്ലെങ്കിൽ 1ാമത്തെ പാഠം. അദ്ദർസു സാനി, 2ാമത്തെ പാഠം. അദ്ദർസു സാലിസു, 3ാമത്തെ പാഠം അല്ലേ? ഇങ്ങനെ നമ്മൾ പഠിച്ചു വന്നതാണ്. അപ്പോൾ 1ാമത്തെ, 2ാമത്തെ അത് നമ്മൾ മനസ്സിലായി. ഇനി ആ മാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ മാസങ്ങൾ ഏതൊക്കെ? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല. ജുമാദൽ ഊല അങ്ങനെ തന്നെ എഴുതണം, അങ്ങനെ ശരിക്കും മനസ്സിലാക്കണം. ജുമാദൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ ഓർഡർ ശരിക്കും ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പം ഇങ്ങനെ പിന്നെ 1ാമത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പിന്നെ അത് നമുക്ക് അറിയാലോ 1ാമത്തെ ഏതാണെന്നുള്ളത്, മുഹറം. ഇനി 9ാമത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എണ്ണി നോക്കുക. അങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഏതാണ്? റമളാൻ. അധികവും ചോദിക്കാൻ സാധ്യതയുള്ളത് റമളാനാണ്. 9ാമത്തെ മാസം ഏതാണ്? അല്ലെങ്കിൽ 3ാമത്തെ മാസം ഏതാണ്? അതേതാ? റബീഉൽ അവ്വൽ. ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം ഏതാ? അത് 3ാമത്തെ മാസമാണ്. 3ാമത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ റബീഉൽ അവ്വൽ. അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞിട്ടുള്ള മാസം ഏതാണെന്ന് ചോദിച്ചാലോ ശവ്വാൽ. അങ്ങനെയൊക്കെ എഴുതാലോ, ഉത്തരം അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. ആ പിന്നെ 12 മാസങ്ങൾ ഓർഡർ പ്രകാരം അങ്ങ് പഠിച്ചു വെക്കുക. മുഹറം, സഫർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇനി 12ാമത്തെ മാസം, അവസാനത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം എങ്ങനെയാ? ദുൽഹിജ്ജ. അവസാനത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാലും 12ാമത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാലും ഒക്കെ എന്താണ്? ദുൽഹിജ്ജ. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക? അത് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് പിന്നെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു വാഹിദ്, ഇസ്നാനി, സലാസ. ആ വാഹിദ് 1 അല്ലേ? 1ാമത്തെ എന്ന് പറയുമ്പോൾ അൽ അവ്വലു, അൽ ഇസ്നാനി അല്ലേ? അസാനി. അത് നേരെ എന്ത് ചെയ്താമേ? അസാനി, അസാലിസു, അറാബിയു, അൽ അർബഅത്തു എന്നുള്ള അറാബിയു, അൽ ഖംസത്തു എന്നുള്ള അൽ ഖാമിസു, അസാദിസു, അസാബിയു, അസാമിനു, അത്താസിയു, അൽ ആഷിറു അല്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് പിന്നെ നമ്മൾ ഓർമ്മയിലൊന്ന് വെച്ചാൽ മതി, മനസ്സിലാവും അല്ലേ? അതിൽ ചോദ്യങ്ങളുണ്ടല്ലോ, അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഏത്? അശ്ശഹ്റു താസിഉ മിനൽ അശ്ഹുരിൽ ഹിജ്രിയത്തി മാ ഹുവ. ഹിജ്റ മാസത്തിൽ നിന്ന് 9ാമത്തെ മാസം ഏതാണ്? റമളാൻ. 9ാമത്തെ മാസം ഏതാണ്? റമളാൻ എഴുതിയാൽ മതി. അൽ യൗമു സാദിസു മിൻ അയ്യാബിൽ ഉസ്ബൂഇ മാ ഹുവ. ആഴ്ചകളുടെ ദിവസങ്ങളിൽ നിന്ന് എത്ര? 6ാമത്തെ ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ്, അൽ യൗമുൽ അവ്വലു മിൻ അയ്യാമിൽ ഉസ്ബൂഅ് മാ ഹുവ. 1ാമത്തെ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ യൗമുൽ അഹദ് അല്ലേ? അൽ യൗമു സാനി മിൻ അയ്യാമിൽ ഉസ്ബൂഅ് എന്ന് ചോദിച്ചാൽ യൗമുൽ ഇസ്നൈൻ അല്ലേ? ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഓർഡറിൽ എന്ത് ചെയ്താൽ മതി? എഴുതി കൊടുത്താൽ മതി. നമ്മൾ അത് മാറാൻ പാടില്ല. നമ്മൾ ആ ഓർഡർ എന്ത് ചെയ്യണം? ശരിക്കും പഠിച്ചു വെക്കുക. പിന്നെ ഷുറൂത്തുൽ ഗുസ്ലി കം ഹിയ, കുളിയുടെ
ഷർത്തുകൾ എത്ര? കുളിയുടെ ഷർത്ത് എത്ര നമുക്കറിയാം, ഹംസത്തുൻ. എത്രയാണ് നമ്മൾ എണ്ണം കഴിഞ്ഞ പാട്ട് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ എഴുതാ ഹംസത്തുൻ. ഇനി കുളിൻ്റെ ഷർത്തുകൾ ഒന്നാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനെയാണ് വാഹിദ്, ഒന്നല്ല കേട്ടോ. എത്രയാണ്? 5. കുളിയുടെ ഷർത്തുകൾ 5, ഹംസത്തുൻ. ഇനി അസാബിഉൽ യദൈനി കംഹിയ, 2 കയ്യിൻ്റെ വിരലുകൾ എത്രയാണ്? എത്ര? അശറത്തുൻ. എങ്ങനെ എഴുതേണ്ടി? നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെ വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ, സിത്ത, സബ, സമാനിയ, തിസ്അ, അശറ. ഈ രൂപത്തിലാണ് എണ്ണം എഴുതേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഈ അവസാനത്തെ 2 പാഠങ്ങൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മനസ്സിലാക്കിയിട്ടൊന്ന് പോയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ചോദ്യോത്തരങ്ങൾക്ക് ഉത്തരങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ 1-ാമത്തെ പാഠം അതും എന്ത് ചെയ്യുക, ആ ബൈത്ത് ഉണ്ടല്ലോ, ആ ബൈത്ത് എന്ത് ചെയ്യുക, ശരിക്കൊന്ന് അർത്ഥങ്ങളൊക്കെ ശരിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മുടെ ഉസ്താദ്മാർ എഴുതി തന്നിട്ടുണ്ടല്ലോ, അത് ശരിക്ക് എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക, എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയും ചെയ്യാം. എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച് വളരെ റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ തന്നെ പരീക്ഷ എഴുതാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ, ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആകെ വളരെ കുറഞ്ഞ പാഠങ്ങളെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പറയേണ്ട ആവശ്യമുള്ളൂ. അത് ശരിക്കും പഠിച്ചാൽ തന്നെ ഏകദേശം 80 മാർക്കിൻ്റെ നമുക്ക് മാർക്ക് കിട്ടും. ബാക്കിയുള്ളത് അറബി തന്നിട്ട് മലയാളം ആക്കാനും, മലയാളം തന്നിട്ട് അറബി ആക്കാനും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ബാക്കിയുള്ള പാഠങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കുക, അതൊക്കെ ഒന്ന് പഠിക്കുക. പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോയാൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടെ നമുക്ക് നല്ല ++ തന്നെ മാർക്ക് വാങ്ങാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ